തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമുണ്ടായി. അതെല്ലാവർക്കും അറിയാം. ഒരാൾക്കൊഴിച്ച് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല. ചെറിയ ചെറിയ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു, കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ തുടർഭരണത്തെ അതിനൊരു തിരിച്ചടിയിലല്ലേ എന്ന് ചോദിച്ചപ്പം ഉത്തരം ഹ ഹ ഹ. വേറെ ആർക്കും ചിരിക്കാൻ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് ഏതായാലും ഇങ്ങനെ ചിരിക്കാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. വേറെ അതേപോലെ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരമില്ലാതെ വരുമ്പോഴല്ല ഹ ഹ ഹ, കൊള്ളാം, നല്ലതാണ്. പിന്നെ അതൊന്നുമല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടായത്. ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്, അതിനകത്ത് ഓബ്സർവേഷൻസ് ഉണ്ട്. ഓബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ജാമ്യം, അതായത് ഈ കൊള്ളയടിച്ചവന്മാർ ജാമ്യത്തിന് വേണ്ടി അങ്ങോട്ട് കയറി ശബരിമല കൊള്ള, അപ്പോൾ ജാമ്യത്തിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് അത് പറഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള ഓബ്സർവേഷൻസൊക്കെ എതിരായിട്ട് വന്നത്, അതായത് SITക്കൊക്കെ എതിരായിട്ട് വന്നത്. SITക്കെതിരെ ഓബ്സർവേഷൻസ് വന്നതിന് നമ്മുടെ ശ്രീ പിണറായി വിജയൻ എന്ത് വേണമെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം എന്നുള്ളത്. SIT രൂപീകരിച്ചത് ഹൈക്കോടതിയാണ്. ആ SITക്കെതിരെ ഉള്ള പരാമർശങ്ങളിൽ വെളി പിടിക്കേണ്ട കാര്യം നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് SIT അല്ലേ, മുഖ്യമന്ത്രി അല്ലല്ലോ അന്വേഷണം നടത്തുന്നത്, SIT അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു വളരെ പുച്ഛത്തോടു കൂടിയാണ് ആ സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ലേ? അത് നിയമം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനകത്ത് അന്വേഷണത്തിൻ്റെ ആ വഴികളൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ അന്വേഷണം മോശമാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് പരാമർശം ഉന്നയിക്കാം, ഒരു പ്രശ്നവുമില്ല ചെയ്യുന്നതിന്, അങ്ങനെയൊക്കെ ചെയ്യാം. അത് ഹൈക്കോടതിയുടെ അധികാരമാണ്. അത് സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ഇതിനെതിരെ ഇങ്ങനെ വിളിച്ചു കൂവിയാൽ നമുക്ക് മനസ്സിലാവും അത് വിവരമില്ലാത്തവന്മാരെ വിളിച്ചു പറയുന്നതാണെന്ന്. പക്ഷേ ആഭ്യന്തര വകുപ്പൂടെ കൈയാളുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേപോലെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ഇതുപോലെ ഒരു പുച്ഛത്തോടുകൂടി അവജ്ഞയോടുകൂടി ഈ അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല. അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ആ സിംഗിൾ ബെഞ്ചിൻ്റെ ആയാലും എന്താ, ഏത് ബെഞ്ചിൻ്റെ ആയാലും ആ ഉത്തരവിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വല്ലതും എന്ന് വേണം നോക്കാൻ. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല നോക്കേണ്ടത്, അത് ഏത് ഹർജി പറഞ്ഞെന്നുള്ളതുമല്ല നോക്കേണ്ടത്. ആ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അന്വേഷണം അവിടെ മരവിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞതിൽ എത്രയോ ശരിയാണ്. അന്വേഷണം മരവിച്ച് നിന്നില്ലേ? പോലീസുകാരുടെ അടുത്ത് പോലും ചോദിച്ചാൽ അറിയാമല്ലോ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കോടതി പരാമർശം വരുന്നത് വരെ 1 ഇഞ്ച് നീങ്ങിയോ അന്വേഷണം ആരിലേക്കെങ്കിലും? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇപ്പോൾ ഏതായാലും ഡി മണിയെയൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനി അയാളെ ലൊക്കേറ്റ് ചെയ്തു, അയാൾ ദിണ്ടിഗൽ സ്വദേശിയാണ്, അതൊക്കെ കണ്ടുപിടിച്ചു, ആളിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി പോയി ക്വസ്റ്റ്യൻ ചെയ്ത് ഒക്കെ എടുക്കണം. അയാളും പോയിറ്റിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ മനസ്സിലാവും. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോയത് എങ്ങനെയാണ്, അവിടെ പോയി നിന്നു, ഗോവർദ്ധൻ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോണിയാഗാന്ധി ഇതിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നാണമില്ലേ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ? വേറൊരാൾ, സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു മുഖ്യമന്ത്രിയാണ് ഈ വിളിച്ചു പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വൃത്തികേടുകളല്ലേ ഈ വിളിച്ചു പറയുന്നത്? മുഖ്യമന്ത്രിയോടൊപ്പം അയാൾ നിന്നല്ലോ, ഫോട്ടോ എടുത്തല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിലോട്ട് പോയി സംസാരിക്കുന്ന രീതിയിൽ ഉള്ള മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൻ്റെ പടം വന്നല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ലേ? ഇവരെയൊക്കെ ഈ രാഷ്ട്രീയക്കാരെ, ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ബഹുമാനിയായ സോണിയാഗാന്ധി ആയാലും ഇതുപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ വലിയ നേതാക്കളായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരുപാട് പേര് ചെല്ലും, അത് സ്വാഭാവികമാണ്. ആ ചെല്ലുന്നവരിപ്പോൾ നമ്മുടെ കൂടെയൊക്കെ വന്ന് ഒരാളൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. വേണ്ടെന്ന് ഞാൻ പറയാറില്ല. എൻ്റെ കൂടെ ഒരുപാട് പേര് നിന്ന്
ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഈ കള്ളന്മാരോ കൊള്ളക്കാരോ ഒക്കെ ഉണ്ടെന്നുള്ളത് പോലും എനിക്കറിഞ്ഞൂടാ. ഒന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്ന ഒരു മര്യാദയാണ്. അത് സമ്മതിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അവിടെ പോയി അവരെ കണ്ടിട്ട് അവരുടെ ഒരു അപ്പോയിൻമെൻറ്റോ അങ്ങോട്ട് വാങ്ങിച്ച് കാണുകയോ അങ്ങോട്ട് ചെയ്ത് ഫോട്ടോ എടുത്തു. അതിലെന്താ ഇത്ര തെറ്റ് ഞാൻ കാണുന്നത്? സോണിയാഗാന്ധി സ്വർണം കൊള്ളയടിച്ചെന്ന് പറയാൻ പറ്റുമോ? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടെന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയോട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിന്നു, നമുക്ക് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിയാ സ്വർണ്ണം കട്ടതാണെന്ന്? അല്ലെ മുഖ്യമന്ത്രിക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതൊക്കെ ഇനി എന്തായാലും പിടിയിലാവും നേരെ ചൊവ്വയെ അന്വേഷണം പോയാൽ. അതിനി ഏതായാലും ഈ ഡി മണി എന്ന് പറയുന്ന ആളെയും കൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അയാളെ ഇപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചല്ലോ, ദിണ്ടിഗൽ സ്വദേശിയാണ്, അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്വസ്റ്റ്യൻ ചെയ്ത് ആ തെളിവൊക്കെ എടുത്തിട്ട് വരട്ടെ. വരുമ്പം നമുക്കറിയാം ഇത് ആരൊക്കെയാണെന്ന്. ഒരു കാറ് നിറയെ രൂപയും കൊണ്ട് അയാൾ പണവും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആണ് അറിവ്. ഈ സാധനങ്ങൾ ആൻറ്റിക് സാധനങ്ങൾ വാങ്ങിയെടുക്കുന്ന ആളാണ്. ഇത് വെറും ഈ 30 കിലോ ചില്ലറ സ്വർണത്തിന് വേണ്ടി ഒന്നുമുള്ള കൊള്ളയല്ലത്. അതൊരു ചെറിയ ഐറ്റമാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ വീണ് കിട്ടിയ ഒരു ബോണസ്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പുറയിലോട്ടുള്ളതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ചെമ്പുപാളി ആയിക്കോട്ടെ. അയ്യപ്പൻ്റെ ചെമ്പുപാളി എന്ന് പറഞ്ഞാൽ അവരുടെ ദ്വാരപാലകരുടെ ചെമ്പുപാളി, അല്ലെങ്കിൽ കട്ടള പൊതിഞ്ഞിരുന്ന ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ട് സ്വർണം നമുക്കങ്ങ് വിടാം. അതായാൽ പോലും അതിൻ്റെ ആൻറ്റിക് വാല്യൂ, ഡിവൈൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇത് ഈ സ്വർണത്തിന് വേണ്ടിയൊന്നുമല്ല ഈ കൊള്ള നടത്തിയേക്കുന്നത്. സ്വർണം ഒരു ചെറിയ ഭാഗമാണതിന്, അത്രയേ ഉള്ളൂ. സ്വർണം കിട്ടുന്ന പിന്നെ അടിച്ചുകൊണ്ട് പോകും, അതെല്ലാം ചെയ്യുകയാണ്. മോഷണം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയൊന്നുമല്ല. ഈ പാളികളൊക്കെ ഉണ്ടല്ലോ, ഈ ഒറിജിനൽ പാളികൾ മുഴുവൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. അതൊക്കെ നാട് കടത്തിയിട്ടുണ്ട്. അതൊക്കെ അത്ര വലിയ വിലയുള്ളതാണ്. ആൻറ്റിക് വാല്യൂവിന് അത് വിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം, അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നതിന് പകരം അദ്ദേഹം കണ്ടത് സോണിയാഗാന്ധിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, ഇവരാരണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് ഇതുപോലുള്ള ഒരു ഉത്തരവുണ്ടായി എന്ന് പറയുന്നത് കേട്ടു. ആ വർത്തമാനം ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏതായാലും ശരിയല്ല. അദ്ദേഹം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ കഴിഞ്ഞ ഇലക്ഷനെ പ്രതികൂലമായിട്ട് ഇവർക്ക് ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ അന്ന് ഈ പന്തളത്തും കൊടുങ്ങല്ലൂരും BJPക്ക് അടി കിട്ടിയത് എന്താണെന്ന്, അത് BJPക്ക് അതായത് സ്വർണ്ണക്കൊള്ള നടത്തി ഇതൊക്കെ സംഭവമൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ BJP എന്ന് പറയുന്നവരെല്ലാവരും അമ്പലക്കാരാണെന്നോ? BJP അത് രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് BJPക്ക് തിരിച്ചടി ഉണ്ടായെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പുണ്ടാണ്, അല്ലാതെ ഇവരുടെ മേന്മകൊണ്ടൊന്നുമല്ല ഇത്. അതേപോലെയാണ് ഈ വരുന്ന കാര്യങ്ങളെല്ലാം. അത് ഇനി എന്തോ ഈ ശബരിമല സംഭവം മൂലം BJPക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണോ ശബരിമല? BJPയുടെ വകയാണോ ശബരിമല? ഒന്നുമല്ല. അത് അതായത് നമ്മുടെ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് ശബരിമല എന്ന് പറയുന്നത്. എല്ലാവരും പോവും, എല്ലാ വിശ്വാസികളും പോവും. പല ക്ഷേത്രങ്ങളിലും മറ്റ് ജാതിക്കാർക്ക് കയറാൻ പാടില്ല, ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. പക്ഷേ ശബരിമലയിൽ അങ്ങനൊരു ഐത്തമില്ലല്ലോ. ആർക്കും കയറാം ശബരിമലയിൽ, ആർക്കും അയ്യപ്പ സന്നിധി ചെല്ലാം. ഒരുപാട് പേരങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് BJPക്കാരുടെ വകയായിട്ട് ഈ അമ്പലങ്ങളെയൊക്കെ ഒന്ന് കുത്തകയാക്കാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ പ്രസ്താവനകളിലൂടെ വരുന്നത്. അവിടെ കൊടുങ്ങല്ലൂർ BJP തിരിച്ചടി ഉണ്ടായല്ലോ, അതുപോലെ പന്തളത്ത് അങ്ങനെയാണെങ്കിൽ തിരിച്ചടി അവർക്കുണ്ടായല്ലോ. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ഇതിനെയൊന്നും ബാധിച്ചിട്ടുണ്ടെന്നല്ലേ? അതൊരു ചെറിയ ഭാഗമാണെന്ന്. ചെറിയ ഭാഗമൊന്നും അല്ല ഇത്. നിങ്ങളെ വിടാതെ പിന്തുടരും ഈ സ്വർണ്ണക്കൊള്ള. അതിനു വേണ്ടി നിങ്ങൾ എടുത്ത് സോണിയാഗാന്ധിയുടെ പടം ഗോവർദ്ധനോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ നിൽക്കുന്നത് എടുത്ത് കാണിച്ചുകൊണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. കൊള്ള നടത്തി ആരാണെന്ന് ജനങ്ങൾക്കറിയാം, ഈ അയ്യപ്പനും അറിയാം. ഇനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ അവർക്ക് അറിയാമായിരിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ.